ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. രാവിലെ എണീറ്റ് വന്നപ്പോൾ ഉള്ളൊരു സീനാണ്. ഉമ്മ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ ഉച്ചക്കേക്ക് കറി വെക്കാനുള്ള പച്ചക്കറികൾ, ബ്രെഡ്, നൂഡിൽസ്, പച്ചമുന്തിരി, ഇതൊക്കെ ഫ്രൂട്ട് സാലഡിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബൂസ്റ്റ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മാങ്ങ അതും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഉണക്കൽ മീൻ അതും ഉണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെയൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ എണീറ്റിട്ടുണ്ടായിരുന്നത്. കാരണം തലേദിവസം മീൻപത്തിരിയാണല്ലോ. അപ്പോൾ മീൻപത്തിരിയൊക്കെ ആക്കി കഴിഞ്ഞാൽ രാവിലത്തേക്കും ഉണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് ഇന്ന് കഴിക്കുന്നത്. അങ്ങനെ മീൻപത്തിരിയൊക്കെ എടുത്ത് കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കസ്റ്റർഡ് പൗഡറും പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അത് അയില മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റർഡ് ഞാൻ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ 2 പാക്ക് പാലിന് ഞാൻ കുറച്ച് പാലെടുത്തിട്ട് കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അളവെന്ന് പറയുന്നത് സാധാരണ യൂട്യൂബിലൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് ഒരു പാക്ക് പാലിന് 2 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൗഡറാണ് അവർ വരുന്നത്. അത് കുറച്ചൊരു ലൂസായിട്ട് ആ ഒരു രീതിയിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുത്താൽ മതി. ഞാൻ ഒരു 3 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കട്ടിക്കാണ് ഞങ്ങൾക്കെല്ലാം ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് കസ്റ്റർഡ് പൗഡർ കുറച്ച് കൂട്ടിയെടുക്കാം. ഒരുപാട് കൂടാനും പാടില്ല. ഈ പറഞ്ഞ അളവൊക്കെ ആകുമ്പോൾ റെഡിയാണ്. എന്നിട്ട് പാല് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 2 പാക്ക് പാലാണ്. അപ്പോൾ ഞാനൊരു 6 സ്പൂണോളം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെമ്മീനൊക്കെ കായം തേച്ച് വെച്ചിട്ടുണ്ട് പൊരിക്കാനുള്ളത്. ഒരു ടിന്ന് മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഒരു ടിന്ന് മുഴുവൻ തന്നെ ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് ഒഴിച്ചു, പക്ഷേ മുഴുവൻ തന്നെ ഒഴിച്ചപ്പോഴാണ് മധുരം കറക്റ്റായത്. പിന്നെ ഇപ്പുറത്ത് മീൻ കറി ഉണ്ടാക്കുന്നുണ്ട്. ഉമ്മ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റുന്നുണ്ട്. അങ്ങനെ പുളിവെള്ളവും ബാക്കി പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചതാണ്. തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു സൈഡൊക്കെ ബബിൾസ് വന്ന് തുടങ്ങുമ്പം തന്നെ ഞാനിതിലേക്ക് കസ്റ്റർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ, അതിന് ശേഷം നമ്മളിത് ഒഴിക്കുമ്പോൾ തന്നെ ലോ ഫ്ലെയിം ആക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. എന്നിട്ട് ഇതേപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അടി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചുവയൊക്കെ വരും. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഇതിൽ തന്നെ കുറച്ച് അടിക്ക് ഇങ്ങനെ ചെറുതായിട്ട് പിടിക്കും. എങ്ങനെ ആക്കിയാലും അത് വരും. അങ്ങനെ അതവിടെ ഇങ്ങനെ ഇളക്കുന്നുണ്ട്. മീൻ കറി ഒക്കെ ഏകദേശം സെറ്റാവുന്നുണ്ട്. മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കറിയായിട്ട് ഇവിടെ കപ്പ പൂളക്കറി ഉണ്ടല്ലോ, അത് വെക്കുന്നുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, ഉപ്പ്, മഞ്ഞൾ, മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കിഴങ്ങ് വരിയതെന്ന് പറയും, അതാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അത് വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് മീൻകറിയൊക്കെ റെഡിയായതിന് ശേഷം ചട്ടി വെച്ച് അതിലേക്ക് എണ്ണയും നമ്മുടെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ചെമ്മീനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴും ഞാനിവിടെ കസ്റ്റർഡ് സെറ്റാക്കി എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന് ഒരുപാട് ടൈം എടുക്കുമല്ലോ. അങ്ങനെ ഈ ഒരു കട്ടിക്കൊക്കെ പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇതിനി ചൂടാറുന്ന നേരം ഇനിയും കട്ടിയാവും. ഞാനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റിയതാണ്. ചൂടാറാൻ വേണ്ടി വെക്കുന്നുണ്ട്. നല്ലപോലെ ചൂടാറിയതിന് ശേഷമാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. പിന്നെ കപ്പൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഉടച്ചതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ പൂളക്കറി റെഡി ആയിട്ടുണ്ട്. പൂളക്കറി എന്ന് തന്നെയാണ് എനിക്ക് പെട്ടെന്ന് വായിൽ വരിക. കിഴങ്ങ് വരിയത് അതും സെറ്റായിട്ടുണ്ട്. അങ്ങനെ അത് നല്ലോണം ഉടച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത നമ്മുടെ കിഴങ്ങ് വരിയത് റെഡിയായി. പിന്നെ ഉപ്പേരി ആക്കുന്നുണ്ട്. അതിനുവേണ്ടി ബീൻസ് കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. പച്ചമുളക്, ഉള്ളി, തേങ്ങ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ചീൻചട്ടി വെച്ചിട്ടുണ്ട്.
അങ്ങനെ എല്ലാവരും കുളിച്ച് ഫ്രഷായി വന്നിട്ട് ചോറ് തിന്നാനൊക്കെ ഇരുന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ മാങ്ങയും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മീൻ കറി ഉണ്ട്, പിന്നെ പുളക്കറി ഉണ്ട്. അപ്പം ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്ത ചട്ടി ഉണ്ടല്ലോ, അതിൽ ഒന്ന് ചോറിട്ടിട്ട് പെരക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ആപ്പിൾ ഉണ്ട്, പിന്നെ ഇതാ ഈ ഒരു ഫ്രൂട്ട്സൊക്കെ ഉണ്ട്, കറുത്ത മുന്തിരി, പച്ചമുന്തിരി, ചെറുപഴം, പിന്നെ ഉറുമാമ്പഴം ഒന്ന്. ഇതൊക്കെ ഓരോന്നാണ് കേട്ടോ. ആപ്പിളും ഉറുമാമ്പഴമൊക്കെ ഇതൊക്കെ തന്നെ ഒരുപാടുണ്ടായിരുന്നു. മുന്തിരിയൊന്നും ഞാൻ ഫുൾ എടുത്തിട്ടില്ല, പകുതിയൊക്കെ എടുത്തിട്ടുള്ളൂ. പഴം ഒരു 3 or 4 അത്രയൊക്കെ എടുത്തിട്ടുള്ളൂ. അത് തന്നെ പാകത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഇതാ പച്ചമുന്തിരി, പഴം ഒക്കെ അതിൻ്റെ കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഏകദേശം അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് കുറച്ചായിട്ട്. അപ്പോൾ ഇത് കറക്റ്റായിരുന്നു. അപ്പോൾ ഇതാ കസ്റ്റർഡൊക്കെ അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അത് കുറച്ചൊരു പാത്രം ചെറുതായ പോലെ മുകളിൽ ഇട്ട് കൊടുക്കുമ്പോൾ, പക്ഷേ അത് മിക്സ് ചെയ്തെടുത്തപ്പോൾ കറക്റ്റ് തന്നെയാണ്. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇതിലിപ്പോൾ കറുത്ത മുന്തിരി എന്ന് പറഞ്ഞാൽ ഞാൻ കട്ട് ചെയ്തിട്ടില്ല, കാരണം കുരുള്ള മുന്തിരിയാണ്. അപ്പോൾ ഉമ്മ എപ്പോഴും പറയുക കറുത്ത മുന്തിരി കുരുള്ളത് ഇടണം എന്നാണ്, അങ്ങനെയാണ് ഇടുക എന്നാണ്. പക്ഷേ ഞങ്ങളൊക്കെ അവിടെ കുരുവില്ലാത്ത ഇട്ടോ ഇടുക. ഉമ്മ കുരുള്ള മുന്തിരി, അപ്പോൾ ഞങ്ങൾ ആരും ഈ കറുത്ത മുന്തിരി കഴിക്കില്ല, അത് മാറ്റി വെക്കും, ഉമ്മ കൊടുക്കുക ചെയ്യുക. ഞാൻ അവിടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുരുവില്ലാത്ത മുന്തിരി കേട്ടോ ഇടുക. പണ്ട് ഉമ്മൻ്റെ ഉപ്പ ഉണ്ട്, വെല്ലുപ്പ പണ്ട് ഗൾഫിലായിരുന്ന സമയത്ത് നാട്ടിൽ വരുമ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കാറുണ്ട്. വലിയ പാത്രത്തിൽ ഒരുപാട് ഉണ്ടാക്കും കസ്റ്റേർഡ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഓർമ്മകളായിട്ടുള്ളത്. അന്നൊക്കെ ഈ കസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണല്ലോ. ഇപ്പം സുലഭമായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, എൻ്റെ ചെറുപ്രായത്തിലാണ് ഞാൻ പറയുന്നത്, ആ ടൈമിലൊക്കെ കസ്റ്റേർഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം തന്നെയായിരിക്കും. പിന്നെ ഇതാ കറുത്ത മുന്തിരി ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കൊട്ടും ഇഷ്ടമല്ല കുരുവുള്ളത് കൊണ്ട്, പക്ഷേ കുറച്ചിട്ട് കൊടുത്തു. അപ്പോൾ അത് ഉമ്മ തന്നെയാണ് മുഴുവൻ കഴിച്ചത്. പിന്നെ ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഈ മുന്തിരി അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട് സാലഡൊക്കെ കുറച്ച് ഞാനിപ്പെടുത്ത് കഴിച്ച് പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ടൗണിലേക്ക് പോവുകയാണ്, തലശ്ശേരിയിലേക്ക്. പിന്നെ ബസ്സിലാണ് പോകുന്നത്. ഞങ്ങൾ നേരെ കടൽപ്പാലമായിരുന്നു പോകാൻ വിചാരിച്ചിരുന്നത്. അവിടെ നിന്ന് കൽമക്കായും ചായയൊക്കെ കുടിക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. പക്ഷെങ്കിൽ ബസ് റൂട്ട് ഇപ്പോൾ ആ ഒരു ഇതിൽ ഓടുന്നില്ല, അവിടെ എന്തോ റോഡ് പണി നടക്കുന്നതായിട്ട്. അങ്ങനെ നേരെ പിന്നെ മോളുടെ മുന്നിലെത്തിയത്. അങ്ങനെ പിന്നെ ടൗൺ മാളിൽ ഇറങ്ങി. നല്ല കാറ്റുണ്ടായിരുന്നു, കയറിയപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാറ്റടിച്ചപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടൗൺ മാളിലെത്തി. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാലും ഫുഡ് തന്നെയാണല്ലോ, ഒന്നും കഴിക്കേണ്ടെന്നാണ് വിചാരിക്കുക. പക്ഷേ അവിടെ എത്തിയപ്പോൾ മോന് എന്തെങ്കിലും ഈ കുട്ടികളെ കയ്യിൽ കണ്ടപ്പോൾ പൊട്ടറ്റോ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങിച്ച് കഴിച്ചു. ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് തലശ്ശേരി ടൗൺ മാളിൽ. സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ പുതിയതാക്കിയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ മകരി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയിലേക്കുള്ള ഫുഡിൻ്റെ അപ്പം ലാസ്റ്റ് കറങ്ങി ഒരു ബ്രോസ്റ്ററിൽ തന്നെ എത്തി. അങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഇത് മുഴുവനൊന്നും കഴിച്ചില്ല കേട്ടോ, നമ്മൾ കഴിച്ച് ബാക്കി പാർസൽ ചെയ്തു. അപ്പോഴേക്കും ഉപ്പ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു, ഉപ്പൊക്കെ പാർസൽ ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസുമായി ഞാൻ ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.